എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 ജൂണിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ സോഷ്യൽ സയൻസിന്റെ ചോദ്യപേപ്പറാണ്. നമുക്കറിയാം, ആദ്യത്തെ 30 ചോദ്യങ്ങൾ സൈക്കോളജി സംബന്ധമായ ചോദ്യമായിരിക്കും. 31 മുതൽ 90 വരെയുള്ള ചോദ്യമാണ് സോഷ്യൽ സയൻസിന്റെ ചോദ്യം. നമുക്ക് ഈ ചോദ്യങ്ങൾ വായിച്ചു നോക്കാം. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ. ലക്ഷദ്വീപ് ദ്വീപുകൾ, ബി. നീലഗിരി, സി. ഹിമാലയം, ഡി. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ചോദ്യം വളരെ ലളിതമാണ്. ഉത്തരം ഡി ആണ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. 32. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖല ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖല ഏതാണ്? എ. വ്യവസായ മേഖല, ബി. സേവന മേഖല, സി. കാർഷിക മേഖല, ഡി. ഇവയൊന്നുമല്ല. ആൻസർ സി ആണ്, കാർഷിക മേഖലയാണ്. 33. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. എ. ശുക്രൻ, ബി. ബുധൻ, സി. ചൊവ്വ, ഡി. വ്യാഴം. ആൻസർ ബി ആണ്, ബുധൻ. 34. റങ്കൂണിലേക്ക് നാടുകടത്തപ്പെട്ട 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ് ആരാണ്? റങ്കൂണിലേക്ക് നാടുകടത്തപ്പെട്ട 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ് ആരാണ്? എ. കൻവർ സിംഗ്, ബി. താന്തിയ തോപ്പി, സി. നാനാ സാഹിബ്, ഡി. ബഹദൂർ ഷാ സഫർ. ആൻസർ ഡി ആണ്, ബഹദൂർ ഷാ സഫർ. 35. രാജ്യസമാചാരം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? രാജ്യസമാചാരം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? എ. ബെഞ്ചമിൻ ബ്രെയ്ലി, ബി. ഹെർമൻ ഗുണ്ടർട്ട്, സി. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, ഡി. കെ. കേളപ്പൻ. ആൻസർ ബി ആണ്, ഹെർമൻ ഗുണ്ടർട്ട്. 36. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ മാനക രേഖാംശം, ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ. എ. 68 ഡിഗ്രി 7 സെക്കൻഡ് കിഴക്ക്, ബി. 97 ഡിഗ്രി 25 സെക്കൻഡ് കിഴക്ക്, സി. 82 ഡിഗ്രി 30 സെക്കൻഡ് കിഴക്ക്, ഡി. 82 ഡിഗ്രി 30 സെക്കൻഡ് പടിഞ്ഞാറ്. ആൻസർ സി ആണ്, 82 ഡിഗ്രി 30 സെക്കൻഡ് കിഴക്കാണ്. 37. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് എ. ബാരോമീറ്റർ, ബി. തെർമോമീറ്റർ, സി. അനിമോമീറ്റർ, ഡി. സീസ്മോഗ്രാഫ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് എ ആണ്, ബാരോമീറ്റർ. ബാരോമീറ്റർ ആണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്. എ ആണ് ഉത്തരം. 38. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ്? ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ്? എ. ജോൺ കെ, ബി. ജെയിംസ് വാട്ട്, സി. ജോർജ് സ്റ്റീഫൻസൺ, ഡി. ജെയിംസ് ഹാർഗ്രീവ്സ്. ആൻസർ എ ആണ്, ജോൺ കെ. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ ആണ്. 39. ഖേദ കർഷക സമരം നടന്ന വർഷം. ഖേദ കർഷക സമരം നടന്ന വർഷം. എ. 1917, ബി. 1916, സി. 1918, ഡി. 1927. ആൻസർ സി ആണ്, 1918. 40. കിട്ടൂർ ചന്നമ്മ ബ്രിട്ടീഷുകാർക്കെതിരായി കലാപം നയിച്ച സ്ഥലം. കിട്ടൂർ ചന്നമ്മ ബ്രിട്ടീഷുകാർക്കെതിരായി കലാപം നയിച്ച സ്ഥലം.
എ കർണാടകം, ബി തമിഴ്നാട്, സി ബംഗാൾ, ഡി മഹാരാഷ്ട്ര. ആൻസർ എ ആണ്, കർണാടകം. കിട്ടൂർ ചന്നമ്മ ബ്രിട്ടീഷുകാർക്കെതിരായി കലാപം നയിച്ച സ്ഥലം കർണാടകമാണ്. 41. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? ദ പെനിൻസുലാർ റിവർ ഒറിജിനേറ്റിംഗ് ഫ്രം ബ്രഹ്മഗിരി റേഞ്ചസ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്. എ കൃഷ്ണ, ബി ഗോദാവരി, സി കാവേരി, ഡി മഹാനദി. ആൻസർ സി ആണ്, കാവേരി. 42. ലന്തക്കാർ എന്നറിയപ്പെട്ട യൂറോപ്യന്മാർ ആരാണ്? ലന്തക്കാർ എന്നറിയപ്പെട്ട യൂറോപ്യന്മാർ ആര്? എ പോർച്ചുഗീസുകാർ, ബി ഡച്ചുകാർ, സി ഇംഗ്ലീഷുകാർ, ഡി ഫ്രഞ്ചുകാർ. ആൻസർ ബി ആണ്, ഡച്ചുകാർ. ലന്തക്കാർ എന്നറിയപ്പെട്ട യൂറോപ്യർ ഡച്ചുകാരാണ്. 43. ഹിതകാരിണി സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ഹിതകാരിണി സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? എ സ്വാമി വിവേകാനന്ദൻ, ബി ജ്യോതിബ ഫുലെ, സി ആനി ബസന്റ്, ഡി വീരേശലിംഗം. ആൻസർ ഡി ആണ്, വീരേശലിംഗം. വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. 44. ഭൂമിയിലെ ഏറ്റവും സാന്ദ്രതയുള്ള പാളി ഏതാണ്? ദ ഡെൻസസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത്. ഭൂമിയിലെ ഏറ്റവും സാന്ദ്രതയുള്ള പാളി. എ മാൻഡിൽ, ബി ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്, സി അകക്കാമ്പ് അഥവാ ഇന്നർ കോർ, ഡി പുറക്കാമ്പ് അഥവാ ഔട്ടർ കോർ. ആൻസർ സി ആണ്, ഏറ്റവും സാന്ദ്രതയുള്ള പാളി അകക്കാമ്പാണ്. 45. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ ആരായിരുന്നു? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ ആരായിരുന്നു? എ സൂര്യ സെൻ, ബി വി ഡി സവർക്കർ, സി സി ആർ ദാസ്, ഡി രാജ്ഗുരു. ആൻസർ എ ആണ്, സൂര്യ സെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ സൂര്യ സെൻ ആണ്. 46. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് പുതിയ സാമ്പത്തിക നയവുമായി ബന്ധം ഇല്ലാത്തത്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് പുതിയ സാമ്പത്തിക നയവുമായി ബന്ധം ഇല്ലാത്തത്? എ ആഗോളവൽക്കരണം, ബി ഭൂപരിഷ്കരണം, സി സ്വകാര്യവൽക്കരണം, ഡി ഉദാരവൽക്കരണം. ഇതിൽ പുതിയ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് ബി ആണ്, ഭൂപരിഷ്കരണം. 47. താഴെ തന്നിരിക്കുന്നതിൽ കാളയും കരടിയും എന്ന പദങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ടേം ബുൾ ആൻഡ് ബിയർ? എ തൊഴിൽ വിപണി, ബി ഓഹരി വിപണി, സി ചരക്ക് വിപണി, ഡി കുത്തക വിപണി. ആൻസർ ബി ആണ്, ഓഹരി വിപണി, സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റുമായി അഥവാ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടതാണ് കാളയും കരടിയും എന്ന പദം അഥവാ ബുൾ ആൻഡ് ബിയർ. 48. സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരിച്ചറിയുക. സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരിച്ചറിയുക. എ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി, ബി കണികകൾ അയോണീകൃത അവസ്ഥയിലാണ്, സി ഓസോണിന്റെ ഏറ്റവും വലിയ കേന്ദ്രീകരണം, സി ഡി ഏറ്റവും താഴ്ന്ന താപനിലയുള്ള പാളി. ഇതിലേതാണ് സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ടത് എന്നാണ് ചോദ്യം. ആൻസർ സി ആണ്, ഓസോണിന്റെ ഏറ്റവും വലിയ കേന്ദ്രീകരണം,
ലാർജസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഓസോൺ. അതാണ് ഈ സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ടത്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി എന്നാണല്ലോ എയിലുള്ളത്, അത് ട്രോപ്പോസ്ഫിയർ ആണെന്ന് നമുക്കറിയാം അല്ലേ. അങ്ങനെ സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധമുള്ളത് സി മാത്രമാണ്. 49. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ രൂപീകരണത്തിനു കാരണമായ ആഗോളവാദം ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ രൂപീകരണത്തിനു കാരണമായ ആഗോളവാദം ഏതാണ്? വിച്ച് പ്ലാനറ്ററി വിൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ്? എ. തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ, സൗത്ത് ഈസ്റ്റ് ട്രേഡ്സ്. ബി. വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ, നോർത്ത് ഈസ്റ്റ് ട്രേഡ്സ്. സി. ദക്ഷിണ പശ്ചിമവാദങ്ങൾ, സൗത്ത് വെസ്റ്റർലീസ്. ഡി. ഉത്തര പശ്ചിമവാദങ്ങൾ, നോർത്ത് വെസ്റ്റർലീസ്. ആൻസർ എ ആണ്. തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ്. 50-ാമത്തെ ചോദ്യം. 1764 ബക്സാർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഭരണാധികാരി ആരാണ്? 1764 ബക്സാർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഭരണാധികാരി ആരാണ് ഈ കൂട്ടത്തിൽ? എ. ഷാ ആലം. ബി. ഷുജാഉദ്ദൗള. സി. മിർ ഖാസിം. ഡി. സിറാജുദ്ദൗല. ആൻസർ സിറാജുദ്ദൗളയാണ്. ബാക്കി 3 പേര് കൂടി ചേർന്നിട്ടാണ് ആ യുദ്ധം നടക്കുന്നത്. അവർ 3 പേരും സഖ്യം ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ. അപ്പോൾ ഷാ ആലം, ഷുജാഉദ്ദൗള, മിർ ഖാസിം ഇവർ ആ യുദ്ധത്തിലുണ്ട്, എന്നാൽ സിറാജുദ്ദൗള ഇല്ല. 51. ഡിസംബർ 22 അറിയപ്പെടുന്നത്? ഡിസംബർ 22 അറിയപ്പെടുന്നത് എ. സൂര്യ സമീപകം അഥവാ പെരിഹീലിയൻ. ബി. സമരാത്രം ഇക്വിനോക്സ്. സി. ഗ്രീഷ്മ അയനാന്തം സമ്മർ സോൾസ്റ്റൈസ്. ഡി. ശൈത്യ അയനാന്തം വിന്റർ സോൾസ്റ്റൈസ്. ആൻസർ ഡി ആണ്. ശൈത്യ അയനാന്തം അഥവാ വിന്റർ സോൾസ്റ്റൈസ്. 52. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്നത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്നത്? എ. മധ്യപ്രദേശ്. ബി. ഉത്തർപ്രദേശ്. സി. തമിഴ്നാട്. ഡി. വെസ്റ്റ് ബംഗാൾ. ആൻസർ ബി ആണ്. ഉത്തർപ്രദേശ്. 53. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? എ. കെ. കേളപ്പൻ. ബി. പട്ടം താണുപിള്ള. സി. EMS നമ്പൂതിരിപ്പാട്. ഡി. അക്കമ്മ ചെറിയാൻ. ആൻസർ സി ആണ്. EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം എഴുതിയത് EMS നമ്പൂതിരിപ്പാടാണ്. 54. വലിയ കുളത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം? വലിയ കുളത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം the place where the remains of Great Bath were found. A. കാലിബംഗൻ. ബി. ലോഥാൽ. സി. മോഹൻജദാരോ. ഡി. ബനവാലി. ആൻസർ സി ആണ്. മോഹൻജദാരോ. 55. സൂക്ഷ്മശിലായുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടം? സൂക്ഷ്മശിലായുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? The age which is called as microlithic age. Microlithic age എന്ന് അറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ് എന്നാണ് ചോദ്യം. എ. പ്രാചീന ശിലായുഗം പാലിയോലിത്തിക് ഏജ്. ബി. മധ്യശിലായുഗം മിസോലിത്തിക് ഏജ്. സി. നവീന ശിലായുഗം നിയോലിത്തിക് ഏജ്. ഡി. വെങ്കലയുഗം ബ്രോൺസ് ഏജ്. ആൻസർ ബി ആണ്. മധ്യശിലായുഗം മിസോലിത്തിക് ഏജ്. 56. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം? എ. ഉത്തർപ്രദേശ്. ബി. രാജസ്ഥാൻ. സി. മധ്യപ്രദേശ്. ഡി. പഞ്ചാബ്. ആൻസർ
ബി ആണ്, രാജസ്ഥാൻ. 57. ട്രോപ്പോഗ്രഫിക്കൽ ഭൂപടങ്ങളിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ട്രോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എ തരിശ് ഭൂമി, ബാരൻ ലാൻഡ്, ബി കൃഷിഭൂമി, അഗ്രികൾച്ചറൽ ലാൻഡ്, സി വനം അഥവാ ഫോറസ്റ്റ്, ഡി ജനവാസ കേന്ദ്രങ്ങൾ, സെറ്റിൽമെന്റ്സ്. ആൻസർ ബി ആണ്, കൃഷിഭൂമി. ട്രോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിഭൂമിയാണ്. 58. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എപ്രകാരമുള്ള ബാങ്കാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എപ്രകാരമുള്ള ബാങ്കാണ്? എ പൊതുമേഖലാ ബാങ്ക്, ബി സ്വകാര്യ മേഖല, സി കേന്ദ്ര ബാങ്ക്, ഡി വിദേശ ബാങ്ക്. ആൻസർ എ ആണ്, പൊതുമേഖലാ ബാങ്കാണ്, പബ്ലിക് സെക്ടർ ബാങ്ക്. 59. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഏതു വർഷമാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? വെൻ വാസ് ദ ഫസ്റ്റ് 5-year പ്ലാൻ സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ? ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി അഥവാ 5-year പ്ലാൻ ഏതു വർഷമാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? 1950, ബി 1951, സി 1952, ഡി 1953. ഉത്തരം ബി ആണ്, 1951. 60. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ദ ലാർജസ്റ്റ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഈസ് എ പഞ്ചസാര വ്യവസായം, ബി രാസവള വ്യവസായം, സി തുകൽ വ്യവസായം, ഡി പരുത്തി തുണി വ്യവസായം. ആൻസർ ഡി ആണ്, പരുത്തി തുണി വ്യവസായം, കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. 61. മൂല്യങ്ങളും മനോഭാവങ്ങളും വളരുക എന്നത് ഏതിന് ഉദാഹരണമാണ്? മൂല്യങ്ങളും മനോഭാവങ്ങളും വളരുക എന്നത് ഏതിന് ഉദാഹരണമാണ്? ഡെവലപ്മെന്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് ആർ എക്സാമ്പിൾസ് ഓഫ് എ അന്വേഷണ ഉദ്ദേശങ്ങൾ, എൻക്വയറി ഒബ്ജക്റ്റീവ്സ്, ബി നൈപുണി ഉദ്ദേശങ്ങൾ, സ്കിൽ ഒബ്ജക്റ്റീവ്സ്, സി വൈകാരിക ഉദ്ദേശങ്ങൾ, അഫക്റ്റീവ് ഒബ്ജക്റ്റീവ്സ്, ഡി ഉള്ളടക്ക ഉദ്ദേശങ്ങൾ, കണ്ടന്റ് ഒബ്ജക്റ്റീവ്സ്. ആൻസർ സി ആണ്, വൈകാരിക ഉദ്ദേശങ്ങൾ, അഫക്റ്റീവ് ഒബ്ജക്റ്റീവ്സ്. 62. ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? എ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ബി പാർലമെന്റ്, സി സുപ്രീം കോടതി, ഡി ഇന്ത്യൻ പ്രസിഡന്റ്. ആൻസർ എ ആണ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 63. ഉള്ളടക്ക വിശകലനം ആവശ്യമല്ലാത്തത്. ഉള്ളടക്ക വിശകലനം ആവശ്യമല്ലാത്തത്. കണ്ടന്റ് അനാലിസിസ് ഈസ് നോട്ട് എസെൻഷ്യൽ ഇൻ എ പാഠാസൂത്രണത്തിൽ, ലെസൺ പ്ലാൻ, ബി യൂണിറ്റ് ആസൂത്രണത്തിൽ, യൂണിറ്റ് പ്ലാൻ, സി വാർഷികാസൂത്രണത്തിൽ, ഇയർ പ്ലാൻ, ഡി ബോധനാപഗ്രഥനത്തിൽ, പെഡഗോജിക് അനാലിസിസ്. ആൻസർ സി ആണ്, വാർഷികാസൂത്രണത്തിൽ, ഇയർ പ്ലാൻ. 64. താഴെ കൊടുക്കുന്നവയിൽ വ്യക്തി വ്യത്യാസങ്ങളെ മറികടക്കാൻ അനുയോജ്യമായത് ഏതാണ്? താഴെ കൊടുക്കുന്നവയിൽ വ്യക്തി വ്യത്യാസങ്ങളെ മറികടക്കാൻ അനുയോജ്യമായത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ കാറ്ററിംഗ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്? എ ഇരട്ട സ്ഥാനക്കയറ്റം, ഡബിൾ പ്രൊമോഷൻ, ബി സങ്കര ഗ്രൂപ്പുകളാക്കൽ, ഹെറ്ററോജനസ് ഗ്രൂപ്പിംഗ്, സി
ഏകജാതീയ ഗ്രൂപ്പുകളാക്കൽ, ഹോമോജനസ് ഗ്രൂപ്പിംഗ്. ഡി ത്വരിതപ്പെടുത്തൽ, ആക്സലറേഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, സങ്കര ഗ്രൂപ്പുകളാക്കൽ, ഹെറ്ററോജനസ് ഗ്രൂപ്പിംഗ്. 65. സാമൂഹ്യശാസ്ത്രത്തിന്റെ ലക്ഷ്യങ്ങൾ എയിംസ് ഓഫ് സോഷ്യൽ സയൻസസ് ആർ: എ വിശാലവും പൊതുവായതുമാണ്, ബ്രോഡ് ആൻഡ് ജനറൽ. ബി നിരീക്ഷിക്കാവുന്നതാണ്, ഒബ്സർവബിൾ. സി അളക്കാവുന്നതാണ്, മെഷറബിൾ. ഡി സ്പഷ്ടമാണ്, സ്പെസിഫിക്. ആൻസർ എ ആണ്, വിശാലവും പൊതുവായതുമാണ്, ബ്രോഡ് ആൻഡ് ജനറൽ. 66. തിരിച്ചറിയുക എന്ന സ്പഷ്ടീകരണം ഏതു തലത്തിൽ ഉൾപ്പെടുന്നു? തിരിച്ചറിയുക എന്ന സ്പഷ്ടീകരണം ഏത് തലത്തിൽ ഉൾപ്പെടുന്നു? റെക്കഗ്നൈസസ് ഈസ് എ സ്പെസിഫിക്കേഷൻ അണ്ടർ: എ അറിവ് അഥവാ നോളജ്. ബി ഗ്രഹണം അഥവാ കോംപ്രിഹെൻഷൻ. സി പ്രയോഗം അഥവാ ആപ്ലിക്കേഷൻ. ഡി വിശകലനം അഥവാ അനാലിസിസ്. ആൻസർ എ ആണ്, അറിവ് അഥവാ നോളജ്. 67. ചുവടെ നൽകിയിരിക്കുന്നവയിൽ മൗലികാവകാശം അല്ലാത്തത് ഏതാണ്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ മൗലികാവകാശം അല്ലാത്തത് ഏത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്? എ സ്വത്തവകാശം അഥവാ റൈറ്റ് ടു പ്രോപ്പർട്ടി. ബി സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഈക്വാലിറ്റി. സി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. ഡി ചൂഷണത്തിനെതിരായ അവകാശം, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ആൻസർ എ ആണ്, സ്വത്തവകാശം, റൈറ്റ് ടു പ്രോപ്പർട്ടി. 68. ചർച്ചാരീതിയുടെ നേട്ടമേത്? ചർച്ചാരീതിയുടെ നേട്ടമേത്? Which is an advantage of discussion method? എ വൈകാരിക സംഘർഷം ഉണ്ടാക്കുന്നു, ക്രിയേറ്റ് ഇമോഷണൽ ടെൻഷൻ. ബി മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തം, മോർ പീപ്പിൾ പാർട്ടിസിപ്പേഷൻ. സി പരിമിതമായ വിദ്യാർത്ഥികളുടെ മേധാവിത്വം, ഡോമിനേഷൻ ഓഫ് ഫ്യൂ ലേണേഴ്സ്. ഡി അനാവശ്യമായ വാദപ്രതിവാദം ഉണ്ടാകുന്നു, ഇൻവോൾവ്സ് unnecessary arguments. ആൻസർ ബി ആണ്, മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തം. ചർച്ചാരീതിയുടെ നേട്ടമായിട്ടുള്ളതാണ് മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തം അതിലുണ്ടാവും എന്നത്. 69. നിയമം നടപ്പിലാക്കൽ ചുമതലയായിരിക്കുന്നത്? ലോ ഇംപ്ലിമെന്റേഷൻ ഈസ് ദ ഫങ്ഷൻ ഓഫ്: എ നിയമനിർമ്മാണ സഭ, ലെജിസ്ലേച്ചർ. ബി കാര്യനിർവഹണ വിഭാഗം, എക്സിക്യൂട്ടീവ്. സി നീതിന്യായ വിഭാഗം, ജുഡീഷ്യറി. ഇവയെല്ലാം ഓൾ ഓഫ് ദി എബവ്. ആൻസർ ബി ആണ്, കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിന്റെ ചുമതലയാണ് നിയമം നടപ്പിലാക്കൽ. 70. പ്രീ ആക്റ്റീവ് അധ്യാപന ഘട്ടത്തിലെ ഒരു പ്രവർത്തനമേത്? പ്രീ ആക്റ്റീവ് അധ്യാപന ഘട്ടത്തിലെ ഒരു പ്രവർത്തനമേത്? വിച്ച് ഈസ് ദ ഓപ്പറേഷൻ ഇൻവോൾവ്ഡ് ഇൻ പ്രീ ആക്റ്റീവ് ഫേസ് ഓഫ് ടീച്ചിങ്? എ നിദാന നിർണയം, ഡയഗ്നോസിസ്. ബി പ്രബലനം, റീഇൻഫോഴ്സ്മെന്റ്. സി ഉദ്ദേശങ്ങൾ തയ്യാറാക്കൽ, ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഡി ഉള്ളടക്ക അവതരണം, പ്രസന്റേഷൻ ഓഫ് കണ്ടന്റ്. ആൻസർ സി ആണ്, ഉദ്ദേശങ്ങൾ തയ്യാറാക്കൽ, ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. 71. പഠനാനുഭവങ്ങളുടെ കോൺ വികസിപ്പിച്ചെടുത്തത്? പഠനാനുഭവങ്ങളുടെ കോൺ വികസിപ്പിച്ചെടുത്തത് ആരാണ്? കോൺ ഓഫ് എക്സ്പീരിയൻസ് ഓഫ് ലേണിംഗ് എയ്ഡ്സ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ: എ ഫ്രെഡറിക് ഫ്രോബൽ. ബി ജീൻ പിയാഷെ. സി ജെറോം ബ്രൂണർ. ഡി എഡ്ഗാർ ഡെയിൽ. ആൻസർ ഡി ആണ്, എഡ്ഗാർ ഡെയിൽ. പഠനാനുഭവങ്ങളുടെ കോൺ വികസിപ്പിച്ചെടുത്തത് എഡ്ഗാർ ഡെയിലാണ്. ഡി ആണ് ഉത്തരം.
72 ഒരു സ്പഷ്ടീകരണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എ സ്പെസിഫിക്കേഷൻ ഇൻക്ലൂഡ്സ് എ പഠിതാവ് ലേണർ, ബി ഉള്ളടക്കം കണ്ടന്റ്, സി വ്യവഹാരം ബിഹേവിയർ, ഡി ഇവയെല്ലാം അഥവാ ഓൾ ഓഫ് ദി എബവ് അല്ലെങ്കിൽ ഓൾ ഓഫ് ദീസ്. ആൻസർ ഡി ആണ്. ഇവ മൂന്നും ലേണർ, കണ്ടന്റ്, ബിഹേവിയർ അഥവാ പഠിതാവ്, ഉള്ളടക്കം, വ്യവഹാരം ഇവയൊക്കെ സ്പഷ്ടീകരണത്തിൽ അഥവാ സ്പെസിഫിക്കേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നു. 73 ട്രാൻസ്പാരന്റ് ഷീറ്റുകൾ ഉപയോഗിക്കുന്നത് എ ഓവർഹെഡ് പ്രൊജക്ടറിൽ, ബി ഒപെക് പ്രൊജക്ടറിൽ, സി സ്ലൈഡ് പ്രൊജക്ടറിൽ, ഡി LCD പ്രൊജക്ടറിൽ. ആൻസർ എ ആണ്. ഓവർഹെഡ് പ്രൊജക്ടറിൽ. ട്രാൻസ്പാരന്റ് ഷീറ്റുകൾ ഉപയോഗിക്കുന്നത് ഓവർഹെഡ് പ്രൊജക്ടറിലാണ്. 74 വ്യക്തിയുടെ അന്തസ്സും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഭരണവ്യവസ്ഥ ഏതാണ്? വ്യക്തിയുടെ അന്തസ്സും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഭരണവ്യവസ്ഥ ഏത്? എ രാജവാഴ്ച അഥവാ മൊണാർക്കി, ബി കുലീനാധിപത്യം അരിസ്റ്റോക്രസി, സി സമഗ്രാധിപത്യം ടോട്ടലിറ്റേറിയനിസം, ഡി ജനാധിപത്യം ഡെമോക്രസി. ആൻസർ ഡി ആണ്. ജനാധിപത്യം. ഒരു വ്യക്തിയുടെ അന്തസ്സും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഭരണവ്യവസ്ഥ ജനാധിപത്യമാണ്. 75 വിദ്യാഭ്യാസ ഉദ്ദേശങ്ങളെ R.H. ദേവ് വർഗീകരിച്ചത് R.H. ദേവ് ക്ലാസിഫൈഡ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് അണ്ടർ എ ഭൗതിക മണ്ഡലത്തെ കോഗ്നിറ്റീവ് ഡൊമൈൻ, ബി ഭാവമണ്ഡലത്തെ അഫക്റ്റീവ് ഡൊമൈൻ, സി മനഃശാലക മണ്ഡലത്തെ സൈക്കോമോട്ടോർ ഡൊമൈൻ, ഡി വൈകാരിക മണ്ഡലത്തെ ഇമോഷണൽ ഡൊമൈൻ. ആൻസർ സി ആണ്. മനഃശാലക മണ്ഡലത്തെ സൈക്കോമോട്ടോർ ഡൊമൈൻ. 76 ഒരു ശോധകത്തിന്റെ സാധുതയാണ് വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ് ഈസ് എ സ്ഥിരത കൺസിസ്റ്റൻസി, ബി വസ്തുനിഷ്ഠത ഒബ്ജക്റ്റിവിറ്റി, സി പ്രായോഗികത പ്രാക്ടിക്കബിലിറ്റി, ഡി സ്വോദ്ദേശ്യപരം പർപ്പസ്ഫുൾനെസ്. ആൻസർ ഡി ആണ്. സ്വോദ്ദേശ്യപരം പർപ്പസ്ഫുൾനെസ്. 77 ഉദ്ദേശ്യാധിഷ്ഠിത ബോധനത്തിന്റെ ഘടകമല്ലാത്തത് ഏതാണ്? വിച്ച് ഈസ് നോട്ട് എ കോമ്പണന്റ് ഓഫ് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ? എ മൂല്യനിർണയം ഇവാലുവേഷൻ, ബി പഠനാനുഭവങ്ങൾ ലേണിംഗ് എക്സ്പീരിയൻസസ്, സി ഉൽപ്പന്നം പ്രൊഡക്റ്റ്, ഡി ഉദ്ദേശ്യങ്ങൾ ഒബ്ജക്റ്റീവ്സ്. ആൻസർ സി ആണ്. ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റ്. ഉദ്ദേശാധിഷ്ഠിത ബോധനത്തിന്റെ ഘടകമല്ലാത്തത്. അപ്പോൾ മൂല്യനിർണയം അഥവാ ഇവാലുവേഷൻ, പഠനാനുഭവങ്ങൾ ലേണിംഗ് എക്സ്പീരിയൻസ്, ഉദ്ദേശ്യങ്ങൾ ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെ ഉദ്ദേശാധിഷ്ഠിത ബോധനത്തിന്റെ ഘടകങ്ങളാണ്. സി ആണ് അതിൽ പെടാത്തത്. 78 ബോധനത്തിന്റെ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണയമാണ് ഇവാലുവേഷൻ ഡൺ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ഈസ് എ സമഗ്ര മൂല്യനിർണയം കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, ബി ആത്യന്തിക മൂല്യനിർണയം സമ്മേറ്റീവ് ഇവാലുവേഷൻ, സി സംരചനാ മൂല്യനിർണയം ഫോർമേറ്റീവ് ഇവാലുവേഷൻ, ഡി നിരന്തര മൂല്യനിർണയം കണ്ടിന്യൂസ് ഇവാലുവേഷൻ. ആൻസർ ബി ആണ്.
ആത്യന്തിക മൂല്യനിർണ്ണയം, സമ്മേറ്റീവ് ഇവാലുവേഷൻ. 79. സാമൂഹ്യശാസ്ത്രത്തിലെ ഏറ്റവും പഴക്കമേറിയ വിഷയം ഏതാണ്? സാമൂഹ്യശാസ്ത്രത്തിലെ ഏറ്റവും പഴക്കമേറിയ വിഷയം ഏത്? എ. സമൂഹശാസ്ത്രം, സോഷ്യോളജി. ബി. സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ്. സി. ചരിത്രം അഥവാ ഹിസ്റ്ററി. ഡി. നരവംശശാസ്ത്രം, ആന്ത്രപ്പോളജി. ആൻസർ സി ആണ്, ചരിത്രം. സാമൂഹ്യശാസ്ത്രത്തിലെ ഏറ്റവും പഴക്കമേറിയ വിഷയം ചരിത്രമാണ്. 80. ജനങ്ങളുടെ കരാറിന്റെ ഫലമായാണ് രാഷ്ട്രം രൂപം കൊണ്ടത് എന്ന് വ്യക്തമാക്കുന്ന സിദ്ധാന്തം. ജനങ്ങളുടെ കരാറിന്റെ ഫലമായാണ് രാഷ്ട്രം രൂപം കൊണ്ടത് എന്ന് വ്യക്തമാക്കുന്ന സിദ്ധാന്തം ഏതാണ്? എ. പരിണാമ സിദ്ധാന്തം, എവല്യൂഷണറി തിയറി. ബി. ദൈവദത്താധികാര സിദ്ധാന്തം, ഡിവൈൻ ഒറിജിൻ തിയറി. സി. സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം, സോഷ്യൽ കോൺട്രാക്ട് തിയറി. ഡി. ബല സിദ്ധാന്തം, പവർ തിയറി. ആൻസർ സി ആണ്, സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം, സോഷ്യൽ കോൺട്രാക്ട് തിയറി. 81. ചുവടെ തന്നിരിക്കുന്നതിൽ കേരളത്തിന്റെ പരമ്പരാഗത വ്യവസായം ഏതാണ്? ചുവടെ തന്നിരിക്കുന്നതിൽ കേരളത്തിന്റെ പരമ്പരാഗത വ്യവസായം ഏത്? എ. ഇലക്ട്രോണിക് വ്യവസായം. ബി. കെമിക്കൽ വ്യവസായം. സി. ഗ്ലാസ് വ്യവസായം. ഡി. കയർ വ്യവസായം. ആൻസർ ഡി ആണ്, കയർ വ്യവസായം, കയർ ഇൻഡസ്ട്രി. 82. നീല വിപ്ലവം എന്തിനെ സൂചിപ്പിക്കുന്നു? നീല വിപ്ലവം എന്തിനെ സൂചിപ്പിക്കുന്നു? ബ്ലൂ റെവല്യൂഷൻ സ്റ്റാൻഡ്സ് ഫോർ എ. കൃഷി. ബി. പാൽ. സി. മത്സ്യം. ഡി. പട്ടുനൂൽ. ആൻസർ സി ആണ്, മത്സ്യം. നീല വിപ്ലവം മത്സ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. 83. USA-യിൽ നിലവിലിരിക്കുന്ന കക്ഷി സമ്പ്രദായം. USA-യിൽ നിലവിലിരിക്കുന്ന കക്ഷി സമ്പ്രദായം ഏതാണ്? ദ പാർട്ടി സിസ്റ്റം വിച്ച് പ്രിവൈൽസ് ഇൻ USA. എ. ഏകകക്ഷി സമ്പ്രദായം, വൺ പാർട്ടി സിസ്റ്റം. ബി. ദ്വികക്ഷി സമ്പ്രദായം, ടു പാർട്ടി സിസ്റ്റം. സി. ബഹുകക്ഷി സമ്പ്രദായം, മൾട്ടി പാർട്ടി സിസ്റ്റം. ഏകകക്ഷി മേധാവിത്വ സമ്പ്രദായം, വൺ പാർട്ടി ഡോമിനൻസ് സിസ്റ്റം. ആൻസർ ബി ആണ്, ദ്വികക്ഷി സമ്പ്രദായം, ടു പാർട്ടി സിസ്റ്റം. 84. ഏറ്റവും പഴക്കമേറിയ ബോധന രീതി ഏതാണ്? വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ്? ഏറ്റവും പഴക്കമേറിയ ബോധന രീതി ഏത്? എ. പ്രസംഗ രീതി, ലെക്ചർ മെത്തേഡ്. ബി. പ്രൊജക്റ്റ് രീതി, പ്രൊജക്റ്റ് മെത്തേഡ്. സി. ഉറവിട രീതി, സോഴ്സ് മെത്തേഡ്. ഡി. ആഗമന രീതി, ഇൻഡക്റ്റീവ് മെത്തേഡ്. ആൻസർ എ ആണ്, പ്രസംഗ രീതി അഥവാ ലെക്ചർ മെത്തേഡ്. 85. പാഠ്യപദ്ധതിയിൽ കാലഗണനയ്ക്ക് പ്രാധാന്യമുള്ളത്. പാഠ്യപദ്ധതിയിൽ കാലഗണനയ്ക്ക് പ്രാധാന്യമുള്ളത്. ക്രോണോളജി ഈസ് ഇമ്പോർട്ടന്റ് ഇൻ കരിക്കുലം ഓഫ് എ. സാമ്പത്തിക ശാസ്ത്രത്തിൽ, എക്കണോമിക്സ്. ബി. ചരിത്രത്തിൽ, ഹിസ്റ്ററി. സി. ഭൂമിശാസ്ത്രത്തിൽ, ജിയോഗ്രഫി. ഡി. സമൂഹശാസ്ത്രത്തിൽ, സോഷ്യോളജി. ആൻസർ ബി ആണ്, ചരിത്രത്തിൽ അഥവാ ഹിസ്റ്ററി. ഹിസ്റ്ററിയിലാണ് കാലഗണനക്ക് പ്രാധാന്യമുള്ളത്. പാഠ്യപദ്ധതിയിൽ കാലഗണനക്ക് പ്രാധാന്യമുള്ളത് ചരിത്രത്തിലാണ്. 86. പാഠ്യപദ്ധതി സംഘാടനത്തിന്റെ സമീപനമല്ലാത്തത് ഏതാണ്? പാഠ്യപദ്ധതി സംഘാടനത്തിന്റെ സമീപനമല്ലാത്തത് ഏത്? വിച്ച് ഈസ് നോട്ട് ആൻ അപ്രോച്ച് ടു ഓർഗനൈസ് കരിക്കുലം. എ. യൂണിക് സമീപനം, യൂണിറ്റ് അപ്രോച്ച്. ബി. ചരിത്ര സമീപനം, ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. സി. ടോപ്പിക്കൽ സമീപനം, ടോപ്പിക്കൽ അപ്രോച്ച്. ഡി. സ്പൈറൽ സമീപനം, സ്പൈറൽ അപ്രോച്ച്. ആൻസർ ബി ആണ്, ചരിത്ര സമീപനം,
ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. 87. സ്കിന്നർ വികസിപ്പിച്ചെടുത്ത ക്രമീകൃത പഠന രീതി ഏതാണ്? സ്കിന്നർ വികസിപ്പിച്ചെടുത്ത ക്രമീകൃത പഠന രീതി ഏത്? വിച്ച് പ്രോഗ്രാംഡ് ലേണിംഗ് ഈസ് ഡെവലപ്ഡ് ബൈ സ്കിന്നർ? എ. മാത്തറ്റിക് കാര്യക്രമം, മാത്തറ്റിക് പ്രോഗ്രാമിംഗ്. ബി. ശാഖീയ കാര്യക്രമം, ബ്രാഞ്ചഡ് പ്രോഗ്രാമിംഗ്. സി. രേഖീയ കാര്യക്രമം, ലീനിയർ പ്രോഗ്രാമിംഗ്. ഡി. അഡ്ജങ്ക്റ്റ് കാര്യക്രമം, അഡ്ജങ്ക്റ്റ് പ്രോഗ്രാമിംഗ്. ആൻസർ സി ആണ്, രേഖീയ കാര്യക്രമം, ലീനിയർ പ്രോഗ്രാമിംഗ്. 88. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിർദ്ദേശിച്ച ആദ്യ കമ്മിറ്റി ഏതാണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിർദ്ദേശിച്ച ആദ്യ കമ്മിറ്റി ഏതാണ്? എ. അശോക് മേത്ത കമ്മിറ്റി. ബി. പി കെ തുങ്കൻ കമ്മിറ്റി. സി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഡി. ഹനുമന്ത റാവു കമ്മിറ്റി. ആൻസർ സി ആണ്, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. 89. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് എ. ഇന്ത്യൻ പ്രസിഡന്റ്. ബി. പ്രധാനമന്ത്രി. സി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഡി. മുഖ്യമന്ത്രി. ആൻസർ എ ആണ്, ഇന്ത്യൻ പ്രസിഡന്റ്. 90. ഒരു ഗ്രാഫിക് പഠന സഹായി ഏതാണ്? ഒരു ഗ്രാഫിക് പഠന സഹായി ഏത്? വിച്ച് ഈസ് എ ഗ്രാഫിക് എയ്ഡ്? എ. ഗ്ലോബ്. ബി. ചാർട്ട്. സി. ചോക്ക് ബോർഡ്. ഡി. മാതൃക അഥവാ മോഡൽ. ആൻസർ ബി ആണ്, ചാർട്ട്.